Dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of the short story The Green Leaves by Grace Ogod, Kaleidoscope, Calgary University, Common English. Answer the following questions in a paragraph. What happened to the three thieves? ആ ഒരു ത്രീ തീവ്സിന് എന്താണ് സംഭവിച്ചത്? Villagers follow the three cattle thieves, take the wrong turn. They attempt to cross the river, but the large group gains ground and eventually overcomes them. Beating them with their clubs, the cattle thieves cry in no pain to no avail. During this commotion, one of the men sights a bush. Three men pursue him and beat the bush. There is no sound. The thief has escaped. And the thief knives one of the villagers in the shoulder blade and then runs into the rivers, crossing it despite the fast-moving water. One thief is lying on the ground wounded. The villagers come upon him and beat him until the man no longer moves. അപ്പോൾ വില്ലേജേഴ്സ് ഈ ത്രീ തീവ്സിനെ ഫോളോ ചെയ്ത് അവരെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു തീഫ് ബുഷസിൻ്റെ ഇടയിലൂടെ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒളിക്കുന്നുണ്ട്, അങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ വില്ലേജേഴ്സ് ആ ബുഷിലിട്ടിട്ട് അവരുടെ ക്ലബ്സ്, അവരുടെ വടിയോ കുന്തൊക്കെ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തീഫ് വില്ലേജേഴ്സിൽ ഒരാളെ കത്തി കൊണ്ട് കുത്തി അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. വേറൊരു തീഫ് ഗ്രൗണ്ടിൽ വൂണ്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു തീഫിനെ വില്ലേജേഴ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ത്രീ തീവ്സിന് സംഭവിച്ചത്. വാട്ട് ഡിഡ് ന്യാഗർ ഡു വിത്ത് ദ ഡെഡ് മാൻ? ന്യാഗർ ആ ഒരു ഡെഡ് മാനോട് എന്താണ് ചെയ്തത്? ന്യാഗർ ഡിസൈഡഡ് ടു ഗോ ബാക്ക് ടു റോബ് ദ സപ്പോസഡ്ലി ഡെഡ് തീഫ് ആൻഡ് എൻഡ്സ് അപ്പ് ഗെറ്റിംഗ് കിൽഡ് ബൈ ഹിം. ഹി ഈസ് ഓൾറെഡി എ സക്സസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ് മാൻ ഇൻ ഹിസ് ക്ലാൻ ആൻഡ് ഡസ് നോട്ട് നീഡ് ദ മണി ദാറ്റ് ദ തീഫ് ഹു ഈസ് കവേർഡ് ലിവ്സ് ഹാസ് അറൗണ്ട് ഹിസ് നെക്ക്. അപ്പോൾ ന്യാഗർ ആ ഒരു ഡെഡ് തീഫിനോട് ചെയ്യുന്നത്, ആ ഡെഡ് തീഫിൻ്റെ പണം മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ഡെഡ് തീഫ് അൺകോൺഷ്യസ് ആയിരുന്നു, മരണപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് ഉണരുന്നുണ്ട്. അങ്ങനെ ന്യാഗറിനെ സ്റ്റാബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. How did ഒലീലിയോ ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ദ ലോസ് ഓഫ് ദ ക്ലാൻ ആൻഡ് ദ ലോസ് ഓഫ് ദ വൈറ്റ് മാൻ? എങ്ങനെയാണ് ഒലീലിയോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ക്ലാനിൻ്റെ ലോസും അതുപോലെ വൈറ്റ് മാൻ്റെ ലോസും നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഒലീലിയോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ലോസ് ഓഫ് ദ ക്ലാൻ ആൻഡ് ദ ലോസ് ഓഫ് ദ വൈറ്റ് മാൻ. ഇൻ ഹിസ് സ്പീച്ച് ഒലീലിയോ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ വൈറ്റ് മാൻ വിൽ തിങ്ക് ഹിസ് ഓൺ മെത്തേഡ് ഓഫ് ജസ്റ്റിസ് ഈസ് സുപ്പീരിയർ. അദ്ദേഹം പറയുന്നുണ്ട് വൈറ്റ് മാൻ തിങ്ക് ചെയ്യുന്നത് ജസ്റ്റിസ് ഈസ് സുപ്പീരിയർ എന്നുള്ള രീതിയിലാണ്. ബിക്കോസ് ഹി തിങ്സ് ഹിസ് ലോസ് ആർ സുപ്പീരിയർ ടു അവേഴ്സ്, വി ഷുഡ് ഹാൻഡിൽ ഹിം കെയർഫുള്ളി. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ദെയർ ലോസ് പ്രൊഹിബിറ്റ് വാണ്ടൻ കില്ലിംഗ്, ട്രീറ്റിംഗ് തീവ്സ് ആൻഡ് adulterers as animals. They believe that killing a man is not guilty of murder. A society has a duty to protect them and their children. However, the white man's laws are different, as they believe they must handle the man carefully. അപ്പോൾ ഈ ഒരു ക്ലാൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ജസ്റ്റിസാണ് സുപ്പീരിയർ ആയിട്ടുള്ളത്. ഒരു തീഫിനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു മർഡറൊന്നുമല്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ്. മർഡറിൻ്റെ ഒരു ഗിൽറ്റി ഒന്നും ഫീൽ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ക്ലാൻ ലോസിലുള്ളത്. പക്ഷേ വൈറ്റ് മാൻസിൻ്റെ ലോസ് വളരെ ഡിഫറെൻ്റ് ആണ്. അവർ ബിലീവ് ചെയ്യുന്നത് ആ ഒരു മാനിനെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ലോ ആണ് അവർക്കുള്ളത്. ദെൻ എലൂസിഡേറ്റ് ദ തീം ഓഫ് ഗ്രീഡ് ഇൻ ദ സ്റ്റോറി ദ ഗ്രീൻ ലീവ്സ് ബൈ ഗ്രേസ് ഒഗോട്ട്. അപ്പോൾ ഗ്രീൻ ലീവ്സിലെ തീം ഗ്രീഡ് എന്നുള്ളത് ഒരു തീമായിട്ട് വരുന്നുണ്ട്. അതിനെ എലൂസിഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. In The Green Leaves by Grace Ogod, we have the theme of greed. Nyagar's greed can be seen as an internalization of Western attitude that grab material wealth. In rejecting the traditional ways of clan that would have prevented him from taking the thief's money, Nyagar sets himself up for his own murder. His greed results not only in his downfall but also contributes to animosity among the clan members after they discover Nyagar beneath the leaves. അപ്പോൾ ഗ്രീഡ്
അത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു തീമായിട്ട് ഈ സ്റ്റോറി വരുന്നുണ്ട്. അത് ന്യാഗറിൻ്റെ ഗ്രീഡാണ് അതിൽ പറയുന്നത്. ന്യാഗറിന് അത്യാവശ്യം പണമൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും ആ ഒരു ഡെഡ് തീഫിൻ്റെ പണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതുമൂലം ന്യാഗറിൻ്റെ ഒരു ഡൗൺഫോൾ, ന്യാഗറിൻ്റെ ഒരു മരണം വരെ ന്യാഗറിന് സംഭവിക്കുന്നുണ്ട്. അതൊരു ഗ്രീഡാണ് അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ തീമായിട്ട് വരുന്നത്. ദെൻ കമൻറ്റ് ഓൺ ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി. ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി, ദ ഗ്രീൻ ലീവ്സ് ഇസ് കെനിയ. ആസ് എ റൈറ്റർ കമ്മിങ് ഓഫ് ഏജ് അറ്റ് ദ ടൈം ഓഫ് കെനിയൻ ഇൻഡിപെൻഡൻസ് in 1963, Howard turned to the conflicts that occurred between the Luo people and the colonialist as a source for her stories. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് കെനിയാണ്. ഈ ഒരു സ്റ്റോറി എഴുതുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് കെനിയനിലെ ഇൻഡിപെൻഡൻസ് 1963 ഇൻഡിപെൻഡൻസ് ആ ഒരു ടൈം പീരീഡ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടൈറ്റിൽ ഗ്രീൻ ലീവ്സ് എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ലോങ് എസ്സേ ആണ്, 300 വേർഡ്സിന് എഴുതാനുള്ള. The title of Grace Hogwarts short story, The Green Leaves, is significant because the green leaves are a symbol of deceit and concealment in the story. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്നത് തന്നെ ഡിസീറ്റ്, അതുപോലെ കൺസീൽമെൻറ്റിനൊക്കെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ദേ മേ അപ്പിയർ ഫ്രഷ് ആൻഡ് ലൈവ് ബട്ട് ദേ ആർ ആക്ച്വലി ഡെഡ്. അതായത് ഈ ഒരു ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആൻഡ് അലൈവായിട്ട് കാണപ്പെടും, പക്ഷേ അവർ ആക്ച്വലി ഡെഡാണ്. വാട്ട് ദി കൺസീൽ ഈസ് ഓൾസോ നോട്ട് വാട്ട് ഇറ്റ് സീംസ്. ഗ്രീൻ ലീവ്സ് റിഫ്ലാക്ട്സ് ദ കണ്ടീഷൻ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ Caribbean island under the rule of British government. The story comes under post-colonial literature in English literature. Grace Hogwarts has tried to show the best of it in just a night and a day scene. The story starts with Nyagar, who is sleeping in his house and thinks that he's dreaming, but in reality there is no noise of some people running outside his house. He gets up and sees toward her wife, but she was missing, so he goes near the main door and finds that the main door was open. So he gets very angry on her wife, saying that how can she leave his hut without taking his permission. Then he moves out of his hut and goes to see what was the noise going outside. He finds that there are 3 people running behind them and he gets confused. അപ്പോൾ ഈ ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്നത് വളരെ പ്രസക്തി ഉള്ളൊരു ടൈറ്റിലാണ് ഈ ഒരു സ്റ്റോറിക്ക്. ഇതിൽ ഗ്രീൻ ലീവ്സ് സിംബലൈസ് ചെയ്യുന്നത് ഡിസീറ്റിനെയാണ്, അതുപോലെ കൺസീൽമെൻറ്റിനൊക്കെയാണ്. ഈ ഒരു ഗ്രീൻ ലീവ്സിൽ കരീബിയൻ ഐലൻഡിലുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിലുള്ള ജനങ്ങളുടെ ലിവിങ് കണ്ടീഷനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ന്യാഗറാണ് പ്രൊട്ടഗണിസ്റ്റായിട്ട് വരുന്നത്. ന്യാഗർ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് പുറത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വൈഫിനെ നോക്കിയപ്പോൾ വൈഫിനെ കാണാനില്ല. അങ്ങനെ പുറത്ത് ഇറങ്ങി നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ, ആദ്യം 3 പേര് ഓടുന്നുണ്ട്, പിന്നീട് ഒരു കൂട്ടം വില്ലേജേഴ്സ് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു രംഗമാണ് കാണുന്നത്. സഡൻലി someone screams to catch them. They are robbing cattle. Then he comes to know what they are, thieves, and the villagers are chasing them. Nyagar also joins the group and starts chasing the thieves. After running a mile, the thieves lost their way and they missed the bridge which they had to take to go to their villages. So they jump into the river and try to swim to reach their village, but there was a whirlpool in the water which made it difficult to swim and go, and hence they were caught by the villagers. അങ്ങനെ ഈ ഒരു 3 പേരെ വില്ലേജേഴ്സ് പിറകെ ഓടുകയാണ്. അവർ 3 പേര് കാറ്റിൽ തീവ്സ് ആണ്. അപ്പോൾ വില്ലേജേഴ്സിൻ്റെ കാറ്റിൽസിനൊക്കെ മോഷിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ 3 കള്ളന്മാർ ഓടി ലാസ്റ്റ് അവരൊരു റിവറിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ആ റിവറിൽ വേൾപൂള് ചുഴലിയുള്ളത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ വില്ലേജേഴ്സ് അവരെ പിടിക്കുകയാണ് ചെയ്യുന്നത്. വില്ലേജേഴ്സ് ബീറ്റിംഗ് ദം വിത്ത് ദെയർ ക്ലബ്സ്, എ തീഫ് ക്രോളിംഗ് ഓഫ് ബിഹൈൻഡ് എ ബുഷ്. 3 men pursue him and beat the bush, but there is no sound. The thief has escaped, and the thief knives one of the villagers in the shoulder blade and then runs into the river. One thief is lying on the ground wounded. The villagers come upon him and
and beat him until the man no longer moves. Seeing that the man is nearly dead, the villagers covered Diamond in green leaves and agreed to bury him tomorrow. Nagar determined to steal the money of the dead thief. The thief had just woken up from his sleep and he has killed Nagar. അങ്ങനെ വില്ലേജേഴ്സ് ഈ 3 കള്ളന്മാരെയും പിടിച്ചിട്ട് അവരുടെ അതിലൊരു കള്ളനെ അവരുടെ ആ ഒരു ക്ലബ്സ് വടികളൊക്കെ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തീഫ് എന്ത് ചെയ്യുന്നുണ്ട്, ബുഷിൻ്റെ ഇടയിൽ ഒളിക്കുന്നുണ്ട്. പക്ഷെ അവർ വിടുന്നില്ല. അവർ ഈ തീഫിനെ ഫോളോ ചെയ്ത് അവർ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു തീഫ് വില്ലേജസിലുള്ള ഒരാളെ നൈഫ് കൊണ്ട് കുത്തുന്നുണ്ട്. മറ്റൊരു തീഫ് ഗ്രൗണ്ടിൽ വില്ലേജസ് ബീറ്റ് ചെയ്ത് വൂണ്ടഡായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തീഫിനെ അത് മരിക്കുന്നത് വരെ വില്ലേജസ് ബീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഗർ ഈ മരിച്ചു എന്ന് വില്ലേജേഴ്സ് ഉറപ്പ് വരുത്തിയിട്ടുള്ള ഈ ഒരു തീഫിൻ്റെ പണം മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് നാഗറിനെ ഈ ഒരു തീഫ് ആക്ച്വലി മരണപ്പെട്ടിട്ടില്ല, അൺകോൺഷ്യസായി മാറിയതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അയാൾ ഉണർന്ന് നാഗറിനെ സ്റ്റാബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഗർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.